बच्चों, आज हम अपने अगली कक्षा की ओर जाते हैं। आप सबका हार्दिक स्वागत है। मैं इस कक्षा 8वीं, 9वीं और 10वीं कक्षा के छात्रों के लिए चलाना चाहती हूँ, क्योंकि एक प्रोक्ति की कक्षा है। क्या है प्रोक्ति? जानते हो? എന്താ ഒരു പ്രോക്തി എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ ക്ലാസ് ഒരു 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ, ഒരു പ്രോക്തിയെ സംബന്ധിച്ചാണ് ഞാനിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. പ്രോക്തി എന്ന് പറഞ്ഞാൽ ഒരു ഭാഷായി ഉത്പന്നം, ഭാഷാപരമായ ഒരു ഉൽപ്പന്നം. അതായത് നിങ്ങളുടെ ഭാഷായി ക്ഷമതയെ, അതായത് ഭാഷാപരമായ കഴിവുകൾ അളക്കാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു ഡിസ്കോഴ്സ്, അതാണ് പ്രോക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു ലെറ്റർ ആവാം, അതല്ലെങ്കിൽ ഡയറി ആവാം, അതല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാവാം, അതല്ലെങ്കിൽ വേറെ എന്താണ് നിങ്ങൾക്ക് വരുന്ന പോസ്റ്റർ ആവാം. അങ്ങനെ कहीं न कहीं विभिन्न प्रकार के प्रोक्ति आपके प्रश्न पत्र में आते हैं. ठीक है ना? പലതരത്തിലുള്ള പ്രോക്തികൾ അളക്കാനുള്ള ചോദ്യങ്ങളാണ്, ഭാഷാപരമായ കഴിവുകൾ അളക്കാനുള്ള ഭാഷായി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്നത്. ശരിയല്ലേ? നിങ്ങൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈ ഒരു ക്ലാസ്സിലൂടെ ടീച്ചർ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും, അത് നിങ്ങൾക്കറിയാം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ 9ാം ക്ലാസ്സിൽ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വികസനം, ഒരു കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അത് 10ലെത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടി മനോഹരമായിട്ടാവണം. അങ്ങനെ ഹൈറാർക്കിയൽ വികാസമാണ്, ഒരു തുടർച്ചയായുള്ള ഒരു വികസനമാണ് നമ്മളുടെ ഭാഷായി ക്ഷമതയിൽ വരേണ്ടത്. അങ്ങനെയുള്ളൊരു പ്രോക്തിയാണ് ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഹരിയാന ബീഹാർ മേ ചുനാവ് ആനെ വാലി ഹെ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. कोरोना के मरीजों की संख्या 4 लाख हो गए है केरल में. കൊറോണയെ രോഗികളുടെ സംഖ്യ കേരളത്തിൽ 4 ലക്ഷത്തോളം കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് അറിയുന്നത്? അമേരിക്കമേ ചുനാവ് ഹോ രഹേ ഹേ. അമേരിക്കയിൽ ചുനാവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ എവിടെ നിന്നറിയും? എവിടെ നിന്നാണ് മക്കളെ അറിയുന്നത്? ന്യൂസ് പേപ്പറിൽ നിന്ന്, അതല്ലെങ്കിൽ TV-യിൽ നിന്ന്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ നിന്നാണ് നമ്മളിത് അറിയുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെയുള്ള ദേശീയ വിദേശ के घटनाओं को या अपने आसपास की घटनाओं को हम कैसे समझ सकते हैं? ലോകം മുഴുവനുള്ള കാര്യങ്ങളും രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളും നമ്മളുടെ പ്രദേശത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഇതുപോലെയുള്ള പത്രവാർത്തകളിലൂടെ, അതല്ലെങ്കിൽ TV-യിൽ നിന്ന് വരുന്ന വാർത്തകളിലൂടെയാണ്. ശരിയല്ലേ? നമുക്ക് എങ്ങനെയാണ് ഒരു വാർത്ത തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. समाचार या रपट कैसे लिखें, इसके संबंध में आज मैं अपनी कक्षा चलाना चाहती हूँ. आप लोग जरूर इससे परिचित होंगे. തീർച്ചയായും നിങ്ങൾക്ക് ഇതുമായിട്ട് പരിചയമുണ്ടാവും. കാരണം എന്താ, ദിവസേന നമ്മൾ പത്രങ്ങൾ കാണുന്നുണ്ട്, TV-കൾ കാണുന്നുണ്ട്, വാർത്തകൾ കേൾക്കുന്നുണ്ട്, സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലെ കുറിച്ച്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് +1 നവംബർ മാസത്തിൽ തുടങ്ങുന്നു എന്ന് ഇന്നത്തെ ഒരു പ്രധാന വാർത്തയായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏതെങ്കിലും ഒരു ഖാസ് ഘടന കെ സംബന്ധമേ, ഏതെങ്കിലും ഒരു പ്രത്യേക വിശേഷപ്പെട്ട സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്കിപ്പം വരുന്നത്. विशेष रूप से मैं 9वीं और 10वीं कक्षा के छात्रों को यही समझाने की कोशिश करते हैं कि आप लोगों ने जिस पाठ अब पढ़ चुके हैं उसमें कई घटना होते हैं. उन घटनाओं से समाचार तैयार करने की प्रश्न आने की संभावना है.
ആ സംഭവങ്ങൾ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പാഠങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാൽ പല സംഭവങ്ങളിലൂടെയാണ് അത് പോകുന്നത്. ആ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി പത്രവാർത്തകൾ തയ്യാറാക്കാനായിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു പത്രവാർത്ത തയ്യാറാക്കുന്നത്? നവീൻ കക്ഷാ കെ ലിയെ ജിസ്കെ ലിയെ मैं रहता हूँ और 10वीं कक्षा के लिए सबसे बड़ा शोमान, ये दोनों पाठ हम पढ़ चुके हैं അല്ലേ? 9ാം ക്ലാസ്സുകാര് ഹം ജിസ് ഗലി മേ രഹതാ ഹൂം എന്നുള്ള മിർസ ഗാലിബിന്റെ ഡയറി പഠിച്ചു കഴിഞ്ഞു. അതുപോലെ സബ്സെ ബഡാ ഷോമാൻ എന്ന ജീവനിയാണ് ചാർലി ചാപ്ലിനെ കുറിച്ചുള്ളത് 10ാം ക്ലാസ്സുകാർ പഠിച്ചു കഴിഞ്ഞത്. അല്ലാതെ പല സംഭവങ്ങളിലൂടെയാണ് നമ്മൾ ആ പാഠം കടന്നു പോകുന്നത്. അതിലെ പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളോടൊരു വാർത്ത തയ്യാറാക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ തയ്യാറാക്കും എന്നതിനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. 8ാം ക്ലാസ്സുകാർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വരും പാഠങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പൊ 8നും 9നും 10നും കൂടി വേണ്ടിയിട്ടുള്ള ഒറ്റ വീഡിയോ ആയിട്ടാണ് ടീച്ചർ ഈ ക്ലാസ് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു समाचार या रिपोर्ट कैसे तैयार करें. हम पहले कह चुके हैं कि एक कक्षा एक प्रोक्ति के संबंधी कक्षा है, प्रोक्ति संबंधी कक्षा है. ठीक है ना? പ്രോക്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആപ്കി കക്ഷായി പ്രക്രിയാവോം കാ ഉപജ് ഹെ, നമ്മുടെ ക്ലാസ് റൂം പഠന പ്രവർത്തനങ്ങളുടെ ഒരു ഉപജ് ഉൽപ്പന്നമാണ് ഓരോ പ്രോക്തികളും. इसलिए हर एक प्रोक्ति लिखने के लिए कुछ खास नियम होते हैं. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രോക്തികൾ എഴുതുന്നതിനും കുറച്ച് വിശേഷ രൂപത്തിലുള്ള ഒരു പ്രത്യേകപരമായ നിയമങ്ങളുണ്ട്. യാ ഉസ്കി അപ്നി ഏക് രൂപരേഖ ഹോത്തി ഹെ, ഓരോ പ്രോക്തികൾക്കും അവരുടേതായ ഒരു രൂപരേഖ ഫോമുണ്ട്. വഹ് രൂപരേഖ ജാൻകർ प्रश्न पत्र में आने वाले प्रश्नों का उत्तर लिखना आपका दायित्व है. ആ ഓരോ ഫോമും മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അതായത് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ആർജിച്ചെടുത്ത നിങ്ങളുടെ ഭാഷാപരമായ കഴിവിനെ അളക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കപ്പെടുന്നത്. ഡയറി ആയാലും ലെറ്റർ ആയാലും സമാചാരം എഴുതാനായാലും പോസ്റ്റർ എഴുതാനായാലും പട്കഥ എഴുതാനായാലും ഏതുമായിക്കൊള്ളട്ടെ അതിന് അതിൻ്റെതായ ഒരു രൂപരേഖ ഹെ, അതിൻ്റെതായ ഒരു രൂപരേഖയുണ്ട്. नवीं और 10वीं कक्षा के परीक्षा में या 8वीं और 9वीं 10वीं कक्षा के परीक्षा में प्रश्न पत्र में एक समाचार एक प्रोक्ति है. समाचार आने की संभावना भी है क्योंकि हम जो पाठ आप पढ़ चुके हैं उसके संबंधी घटनाओं के आधार पर പ്രശ്ന പത്ര में समाचार तैयार करने का പ്രശ്ന ആ सकते हैं. നമ്മൾ ഏതൊക്കെ പാഠങ്ങളാണോ പഠിച്ചത് ആ പാഠങ്ങളിലെ പ്രത്യേകമായ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളോടൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ സമാചാർ തയ്യാറാക്കാൻ പറയാനുള്ള ഒരു ചോദ്യ പേപ്പറിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നത്? ഓരോ പ്രോക്തികൾക്കും ഓരോ നിയമങ്ങളാണെന്ന് പറഞ്ഞല്ലോ. എങ്ങനെ നമുക്കത് തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. इस प्रोक्ति के संबंध में कक्षा चलाते समय मेरा यही विश्वास है कि आप जल्दी से जल्दी यह समझ सके क्योंकि समाचार से आप लोग किसी न किसी प्रकार से परिचित होंगे. ഇത് मेरा विश्वास है. ഈ ഒരു പ്രോക്തി പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് വളരെ കോൺഫിഡൻസ് ആണ്. കാരണം നിങ്ങൾ ഒരു സമാചാർ എന്ന് പറയുന്നത് ഒരു വാർത്ത എന്ന് പറയുന്നതുമായിട്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലൂടെ പരിചിതരാണ് അല്ലേ? അതൊരു ന്യൂസ് പേപ്പർ വാർത്തയായിരിക്കാം, അതല്ല എങ്കിൽ മീഡിയാസിലൂടെ വരുന്ന TV-യിലൂടെയോ സോഷ്യൽ മീഡിയാസിലൂടെയോ ഒക്കെ വരുന്ന ഏതെങ്കിലും വാർത്തകളായിരിക്കാം. നിങ്ങൾക്ക് പരിചിതമുള്ളതായിട്ടുള്ള വാർത്തകൾ ഉണ്ടാവാം അല്ലേ? വാർത്തകൾ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാർത്തയിൽ വരേണ്ടത്. ഇപ്പം ടീച്ചർ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് എന്തൊക്കെ വരും എന്ന് എനിക്കറിയാം. ഏതൊക്കെ കാര്യങ്ങളാണ് കടന്നു പോകേണ്ടത് എന്ന് പറയുമെന്ന്. അത് തന്നെയാണ് എനിക്ക് കോൺഫിഡൻസ് തരുന്നതും നിങ്ങളെ ഈ ഒരു പ്രോക്തി പഠിപ്പിക്കുമ്പോൾ.
चाहे वह समाचार पत्र से या टीवी से हो, अन्य नव माध्यमों से हो, आप लोग समाचार से परिचित होंगे. സമാചാർ പത്രം ധ്യാൻ മേ രഖ് കർ ഹം ശുരു കരെ. ഏതായാലും എല്ലാവരുടെയും കയ്യിൽ ഈസി ആയിട്ട് എത്തപ്പെടുന്ന ഒരു വാർത്താ മാധ്യമമാണ് സമാചാർ പത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് മനസ്സിലേക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. പഹലെ പഹൽ ഹമേ ക്യാ ലിഖ്നെ കി ജറൂരത്ത് ഹൈ. നിങ്ങളൊന്ന് പറയൂ, ന്യൂസ് പേപ്പറിലെ ഒരു വാർത്ത നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ആദ്യം വേണ്ട കാര്യം? हाँ ठीक है, उसमें एक शीर्षक की जरूरत है. क्या है? उसमें एक शीर्षक की जरूरत है. हर एक समाचार में एक शीर्षक होना है. शीर्षक की विशेषता क्या क्या होना है? ആകർഷക होना है, അട്രാക്റ്റീവ് ആയിരിക്കണം. വായനക്കാരെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് ആ വാർത്തയുടെ തലക്കെട്ടിനുണ്ടാവണം. സരൾ ആയിരിക്കണം, ലളിതമായിരിക്കണം. ആശയസെ സീധ സംബന്ധ ഹോനാ ഹെ. ഓരോ ആശയവുമായിട്ടും അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന റിപ്പോർട്ടിലെ ആശയവുമായിട്ട് വളരെയധികം ബന്ധമുള്ളതായിരിക്കണം ഒരു ശീർഷകം എന്ന് പറയുന്നത്. കാരണം എന്താ, നമുക്ക് തോന്നുന്ന ഒരു ശീർഷകം എഴുതിക്കൊണ്ട് നമുക്കൊരു റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ സമാചാരം തയ്യാറാക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നമ്മൾ എഴുതുന്ന സമാചാരം എന്താണോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശീർഷകമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 9ാം ക്ലാസ്സുകാര് ജിസ് ഗലീമേ മേ രഹ്താഹും എന്ന പാഠമാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സുകാര് സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠമാണ് പഠിച്ചിരിക്കുന്നത്. इन दोनों पाठभाग में क्या है, विभिन्न घटना होते हैं. പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ട്, പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. उसमें नवीं कक्षा के छात्रों के लिए चिरागली की हत्या एक खास घटना है. जिस गली में मैं रहता हूँ पाठभाग का. ठीक है, जिस गली में मैं रहता हूँ എന്ന പാഠത്തിലെ ഒരു പ്രധാന സംഭവമാണ് ചിരാഗലിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് ടീച്ചർ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതിയാലോ, ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോं के खून में मजा है. ഹഡ്സന് ഹിന്ദുസ്ഥാനികളുടെ കൊല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തം കാണുന്നത് ഒരു ഹരമാണ്. ഇതാണ് നമ്മളൊരു തലക്കെട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും? ചിരാഗലിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, നമുക്ക് ആ സംഭവത്തെക്കുറിച്ചാണ് പറയേണ്ടത്. ഇനി സബ്സെ ബഡാ ഷോമാനാണ് എങ്കിൽ എങ്ങനെ വരും? 10ാം ക്ലാസ്സുകാർ ശ്രദ്ധിക്കുക. 5 साल के बच्चे की बहादुरी से लोग हैरान हो गए. 5 വയസ്സുള്ള കുട്ടിയുടെ സാമർഥ്യത്തിൽ ആളുകൾ അന്തം വിട്ടുപോയി, നടുങ്ങിപ്പോയി, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെയുള്ള ഇതാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ച പാഠഭാഗത്തിലെ സംഭവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. നമ്മൾ എഴുതാൻ പോകുന്ന റിപ്പോർട്ടുമായിട്ട് അല്ലെങ്കിൽ സമാചാരവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ്. അപ്പം ശീർഷകം എന്ന് പറയുന്നത് ആകർഷകമായിരിക്കണം, സരളായിരിക്കണം, ആശയസേ സീതാ സംബന്ധ ഹോനാഹെ. ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രണ്ടെണ്ണം ഉദാഹരണമായിട്ട് ഇത് 9ാം ക്ലാസ്സുകാർക്കും ഇത് 10ാം ക്ലാസ്സുകാർക്കും എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്തതാണ് സ്ഥാൻ. എന്താണ്? രണ്ടാമത് എഴുതേണ്ട കാര്യമാണ് സ്ഥാൻ. സ്ഥാൻ സ്ഥലം. നിങ്ങൾക്കറിയാം എന്താ സ്ഥലം എഴുതേണ്ടത്? നമുക്ക് തോന്നുന്ന സ്ഥലം ഇവിടെയും എഴുതാൻ കഴിയില്ല. ഘടനാ ജഹാ ഘടിത് ഹോ, എവിടെയാണോ ഈ സംഭവം നടന്നിരിക്കുന്നത്, ഏത് സംഭവത്തെയാണോ നമ്മൾ സമാചാറിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത്, ആ സംഭവം എവിടെയാണോ നടന്നിരിക്കുന്നത് അതാണ് സ്ഥലമായി കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഘടനാക്കാർ റിപ്പോർട്ട് കഹാസെ കർത്താ ഹെ, ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണോ അതിനെയാണ്, ആ സ്ഥലമാണ് കൊടുക്കുന്നത്. അപ്പൊ സ്ഥലം, ശീർഷക്, രണ്ട് കാര്യങ്ങളായി. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ട കാര്യം, മൂന്നാമത്തേത്. ഇത്രയുമുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിരിക്കണം. 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളുടെ സമാചാറിൽ നിന്ന് വായനക്കാരന് ലഭിച്ചിരിക്കണം. അവിടെ യാതൊരു കൺഫ്യൂഷനും വരാൻ പാടില്ല. ഏതൊക്കെയാണെന്ന് നോക്കൂ. വാട്ട്, വെൻ, വെയർ, ഹൂ, വൈ ആൻഡ് ഹൗ. ക്യാ, കബ്, കഹാം, കോൻ, ക്യോ, കൈസെ. എന്താണ്? എന്താണ് ഈ സമാചാറിൽ ഈ വാർത്ത, എന്താണ് അതിനകത്തെ കാര്യം? എപ്പോൾ നടന്ന സംഭവമാണ്? കഹാം, എവിടെ നടന്ന സംഭവമാണ്? കോൻ, ആ വാർത്തയിലെ പ്രധാന വ്യക്തികൾ ആരെല്ലാമാണ്? ക്യോ,
എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം നടക്കാനുണ്ടായ കാരണം എന്താണ്, അല്ലെ ഏതവസ്ഥയിലാണ് ഇങ്ങനെയൊരു സംഭവത്തിലേക്ക് അത് മുന്നോട്ട് നയിച്ചത്, കേസേ എങ്ങനെയാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വാട്ട്, വെൻ, വേർ, ഹൂ, അല്ലെങ്കിൽ എന്ത്, എപ്പോൾ, എവിടെ, ആര്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതുന്ന സമാചാറിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിലാണ് വരേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ എഴുതുന്ന സമാചാറിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരേണ്ടത്. അതുകൊണ്ടാണ് എന്ത്, എപ്പോൾ, എവിടെ, ആര് ഉൾപ്പെട്ട വാർത്തയാണ് ഇതെന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. പിന്നെ എഴുതേണ്ടതാണ് വൈ ആൻഡ് ഹൗ, അതായത് ക്യോ, കിസ് ഹാലത് മേ, കേസേ എപ്രകാരം, കിസ് പ്രകാർ ഘടന ഹുയി, ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചുള്ള ഉത്തരം നമ്മളുടെ സെക്കൻഡ് പാരഗ്രാഫിലാണ് നമുക്ക് എഴുതാനുള്ളത്. ഇനി ഇവിടെ വീണ്ടും ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പെഹലെ ഖണ്ഡ് മേ ഹോനാ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ, ആദ്യത്തെ പാരഗ്രാഫിലാണ് വരേണ്ടത്. ഇനി ഇതിനെ നമുക്ക് റിപ്പോർട്ടിന് ശരിക്കും ഇങ്ങനെയാണ് പറയുന്നത്, 5 wives and 1 husband hai ek samachar. 5 wives and 1 husband എന്ന് പറഞ്ഞാൽ എന്താ, 5 wives എന്ന് പറഞ്ഞാൽ W, വാട്ടിലെ, വെനിലെ W 2, വേറിലെ W 3, ഹൂലെ W 4, വൈയിലെ W 5, അങ്ങനെ 5 ഭാര്യമാരും ഒരു ഹസ്ബൻഡ്, ഹൗ എന്നതിലെ എച്ചും ചേർന്നതാണ് ഒരു സമാചാർ. എന്ന് പറഞ്ഞാൽ ഇത്രയത്തിൻ്റെ ആകത്തുകയാണ് നമ്മളുടെ ഒരു സമാചാർ, നമ്മൾ തയ്യാറാക്കുന്ന സമാചാർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമ്മൾ ടീച്ചർ പറഞ്ഞു തന്നെയാണ് വീണ്ടും പറയുന്നത്, വൈ അല്ലെങ്കിൽ ഹൗ, കിസ് ഹാലത് മേ, കിസ് പ്രകാർ എന്നൊക്കെയുള്ളതിൻ്റെ ഉത്തരമായിരിക്കണം രണ്ടാമത്തെ പാരഗ്രാഫിൽ. അതായത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറവുള്ള സാധനമാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കുറഞ്ഞ സംഭവമാണ് താഴോട്ട് പറഞ്ഞത്, അല്ലേ. ഇനി അടുത്തത് നോക്കുക, സബ്സെ മഹത്വപൂർണ്ണ ബാത്തെ, എല്ലാത്തിനേക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെഹലെ ഖണ്ഡ് മേ ലിഖ്നാ ഹെ, ആദ്യത്തെ പാരഗ്രാഫിലാണ് എഴുതേണ്ടത്. ഇനി ഇങ്ങനെയാണ് ഒരു പത്രവാർത്ത തയ്യാറാക്കുന്നതിനെ പറയുന്നത്. നമ്മളറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്, അല്ലേ, ഇതൊരു ത്രികോണമാണ്. ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലിപ്പം കൂടി വരും. അതായത് ഇപ്പം നമ്മളൊരു വാക്യ പിരമിഡ് ഉണ്ടാക്കിയാൽ തന്നെ നമുക്കറിയാം 2 പദങ്ങളാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ മൂന്നാമതൊരു പദം ചേർത്തു, 4ാമത് പദം ചേർത്തു, 5ാമത്, അങ്ങനെ കൂടി വരികയാണ്, അല്ലേ. ഇവിടെ വാർത്ത തയ്യാറാക്കുന്നതിനെ പറയുന്നത് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ പോലെയാണ് ഒരു സമാചാര ഉണ്ടാവേണ്ടത്. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത്, അതായത് മറിച്ചിട്ട ത്രികോണം. മറിച്ചിട്ട ത്രികോണത്തിന്റെ പ്രത്യേകത എന്താ, ആദ്യമായിരിക്കും വലിയ പീസ് വരുന്നത്, അല്ലേ. രണ്ടാമതായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എവിടെ എഴുതണം നമ്മൾ, പെഹലെ ഖണ്ഡ് മേ ലിഖ്നാ ഹെ, ആദ്യ പാരഗ്രാഫുകളിലാണ് ആദ്യത്തെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതേണ്ടത്. അതിന് നമ്മൾ പറഞ്ഞു ഒരു ത്രികോണം ഇൻവേർട്ടഡ് ആയിട്ട് മറിച്ചിട്ട് ത്രികോണത്തിന്റെ ആകൃതിയിലായിരിക്കും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നോക്കാം. ആദ്യത്തെ പാരഗ്രാഫ്, അതായത് ഈ ഭാഗത്ത് വലിയതായിട്ട് എഴുതുന്ന ത്രികോണത്തിന്റെ വലിയ ഭാഗത്തെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പാരഗ്രാഫ് എന്നും രണ്ടാമത്തെ പാർട്ടിനെ നമുക്ക് ഇങ്ങനെ വിഭജിക്കാം, സെക്കൻഡ് പാരഗ്രാഫ് അതിലെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എഴുതിയ ഒരു റിപ്പോർട്ട് ഇത്രയും വലുതാണെന്ന് വിചാരിക്കൂ. നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ഇത്രയും മാത്രം ഉൾക്കൊള്ളുന്ന രീതിയിൽ, ഒരു കോളത്തിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സമാചാരമാണ് തയ്യാറാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ വലിയ ത്രികോണത്തിൽ നിന്നും നമുക്ക് ഈ സെക്കൻഡ് പാരഗ്രാഫിനെ ഒമിറ്റ് ചെയ്താൽ പോലും ഈ കാര്യങ്ങൾ ഇവിടേക്ക് ഉൾക്കൊള്ളിച്ചാൽ സമാചാർ പൂർണ്ണമായിരിക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുകളയുന്നതും കൊണ്ട് പകുതിക്ക് വെച്ച് അത് വിട്ടുപോവുക അല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഉൾക്കൊള്ളിക്കാവുന്ന ഏറ്റവും, അതായത് ഈ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ വായനക്കാരന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയണം. ഇതിൻ്റെ ഒരു വിശദീകരണം മാത്രമാണ് താഴത്തെ പാരഗ്രാഫിൽ വരേണ്ടത്. ആദ്യ പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ വായനക്കാർക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയണം.
അതുകൊണ്ട് തന്നെ താഴത്തെ ഒന്നോ രണ്ടോ സെൻറ്റൻസുകൾ വായിച്ചില്ല എങ്കിൽ പോലും വാർത്ത പൂർണ്ണമായി അവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയായിരിക്കണം നമ്മൾ എഴുതുന്നത്. അതുകൊണ്ടാണ് ഇൻവേർട്ടഡ് ട്രയാങ്കിൾ മോഡലാണ് ഓരോ പത്രവാർത്തകളും എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഒരു വാർത്തയുടെ വലിപ്പത്തെ നിശ്ചയിക്കുന്നതും ഈ താഴത്തെ പാരഗ്രാഫാണ്, രണ്ടാമത്തെ പാരഗ്രാഫാണ്. ഇതിപ്പോൾ എത്രത്തോളം നമ്മൾ കൂട്ടി എഴുതുന്നോ അത്രയും വാർത്ത വലുതാകും. പ്രധാനപ്പെട്ട സംഭവങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിനെ നമ്മൾ എത്രത്തോളമാണോ വലുതാക്കി എഴുതുന്നത് അതാണ് ഒരു വാർത്തയുടെ വലിപ്പ ചെറുപ്പത്തെ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് മാറ്റിയാലും ഈ ഇത്രയും കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാൻ കഴിയണം, ഒരു വാർത്ത പൂർണ്ണമായി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. മനസ്സിലായോ? ഇത്രയുമാണ് സമാചാർ എന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ക്ലാസ്. ഒന്നാമത് ശീർഷക് ആകർഷകായിരിക്കണം, സരളായിരിക്കണം, ആശയസേ സീതാ സംബന്ധ് ഹോനാഹെ, അട്രാക്റ്റീവ് ആയിരിക്കണം, വായനക്കാരനെ ആകർഷിക്കുന്ന ഹെഡിങ് ആയിരിക്കണം, എളുപ്പമുള്ളതായിരിക്കണം, ആർക്ക് വായിച്ചാലും മനസ്സിലാവുന്നതായിരിക്കണം, നമ്മൾ എഴുതുന്ന വാർത്തയുമായി നേരിട്ട് ബന്ധമുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. രണ്ടെണ്ണം ഉദാഹരണം കൊടുത്തിരിക്കുന്നതാണ്. ഇനി സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണോ ഈ സംഭവം നടക്കുന്നത് അതിനെയാണ് സ്ഥലമായി നമ്മൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ എവിടെ നിന്നാണോ ഈ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനെയാണ് സ്ഥലമായി കൊടുക്കുന്നത്. ഇനി പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണ്, എന്ത്, എപ്പോൾ, എവിടെ, ആര് എന്ന ഇത്രയും ഉത്തരങ്ങളാണ് ആദ്യ പാരഗ്രാഫിൽ വരേണ്ടത്. ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ശീർഷക് എന്താണോ ആ ശീർഷകിന്റെ വിവരണമായിരിക്കണം ഒന്നാം സെന്റൻസിൽ വരേണ്ടത്. ഇപ്പം നമ്മളിവിടെ ഹഡ്സൻ കോ ഹിന്ദുസ്ഥാനിയോ കെ ഖൂൻ മേ മസാ ഹേ എന്ന് പറഞ്ഞു. നമ്മൾ എഴുതുകയാണ് ദില്ലി, കൽ दिल्ली के बड़े हाकिम हडसन साहब ने चिराग अली नामक एक बिस्ती की हत्या की. അപ്പോൾ അതൊന്നാമത്തെ സെന്റൻസ് നമ്മൾ കൊടുത്ത ഹെഡിങ്ങിന്റെ എന്തായി, ഡിസ്ക്രിപ്ഷനായി, വിവരണമായി. ഇനി രണ്ടാമത്തെ ഇത് നോക്കൂ, 5 साल के बच्चे की बहादुरी से लोग हैरान हो गए. നമുക്ക് എങ്ങനെ എഴുതാം, ലണ്ടൻ കൊടുക്കാം സ്ഥലം അല്ലേ, ലണ്ടൻ ABC थिएटर में कल शाम 5 साल के एक बच्चे की बहादुरी से लोग बड़े हैरान हो गए. चार्ली नामक बच्चे थे वह. बहना नामक एक गायिका का ഷോ ചൽ രഹാ ഥാ. അവിടെ ഹെന്ന എന്ന് പറയുന്ന ഗായികയുടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉസ്ക ബേട്ട ഹേ ചാർലി, അവരുടെ മകനാണ് ചാർലി. ഇനി അങ്ങനെ തുടർച്ചയായി നമ്മൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. അപ്പം നോക്കൂ, അടുത്തത് പെഹ്ലെ ഖണ്ഡമേ എന്താണ് വരേണ്ടതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പാരഗ്രാഫിൽ, അതായത് വാർത്തയുടെ വലിപ്പത്തെ തീരുമാനിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫിൽ വൈ ആൻഡ് ഹൗ എന്നതിന്റെ ഉത്തരമാണ് ലഭിക്കേണ്ടത്. ഏതവസ്ഥയിൽ എപ്രകാരമാണ് ഈ ഒരു സംഭവം നടന്നത്. മൂന്നാമത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതണം. പറഞ്ഞു തന്നെ വീണ്ടും പറയുകയാണ്, ഇൻവേർട്ടഡ് ട്രയാങ്കിളിന്റെ രീതിയിലായിരിക്കണം നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ സമാചാർ തയ്യാറാക്കുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആദ്യം എഴുതുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അപ്രധാനമായ കാര്യങ്ങൾ അവസാനത്തിലേക്കാണ് മാറ്റേണ്ടത്. പത്രവാർത്ത തയ്യാറാക്കുന്നത് മറിച്ചിട്ട് ത്രികോണം അഥവാ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ രൂപത്തിലാണെന്ന് പറയാൻ കാരണം അതാണ്. ഏറ്റവും പ്രധാന വാർത്ത ഏറ്റവും മുകളിലായിരിക്കണം, താഴേക്ക് അപ്രധാനമായ വാർത്തകളാണ് എഴുതേണ്ടത്. അഥവാ താഴെയുള്ള ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയണം. ഇതാണ് ഒരു സമാചാർ എന്നതിൻ്റെ പ്രധാന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, അപ്പം समाचार तैयार करने की कक्षा आपके लिए बहुत लाभदायक होंगे ये मेरा विश्वास है. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. ഓക്കെ, ध्यान से सुनिए, ध्यान से पढ़िए और आप लोग ज़रा अपने पाठभाग की गणनाओं के आधार पर समाचार तैयार करते रहे. और इस समय तक अब तक ये वीडियो जिन्होंने देखा है उसके लिए मेरी शुक्रिया अदा करती हूँ. ആരൊക്കെയാണോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു.